4 1/2 3 10 1/2 എന്നിവയുടെ LCM കാണുക. 4 1/2 ഇത് മിക്സഡ് ഫ്രാക്ഷനാണ്. ഇതിനെ മാറ്റുമ്പോൾ 4 × 2 8 1 9/2. 4 × 2 8 1 9/2. ഇത് നമുക്ക് 3നെ 3/1 എന്ന് എഴുതാം. ഇത് മിക്സഡ് ഫ്രാക്ഷൻ ഇവിടെ ചെയ്ത പോലെ 10 × 2 21 21/2. 10 × 2 21 21/2. ഇതിൻ്റെ LCM കാണണം. ഇത് ഫ്രാക്ഷൻസ് ആണ്. ഫ്രാക്ഷൻസിൻ്റെ LCM കാണാൻ നമുക്കൊരു പ്രത്യേക സൂത്രവാക്യം ഉപയോഗിച്ച് വേണം ചെയ്യാൻ. ഫ്രാക്ഷൻസിൻ്റെ LCM കാണാൻ ഒരു സൂത്രവാക്യമുണ്ട്, അത് ഉപയോഗിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അംശങ്ങളുടെ LCM ആദ്യം കാണണം. ന്യൂമറേറ്റേഴ്സിൻ്റെ LCM കാണണം. 9 3 21 ഇതിൻ്റെ LCM കാണണം. ഇതിൽ 3ൻ്റെ ഗുണിതമാണ് 9. 3ൻ്റെ ഗുണിതമാണ് 9. അതുകൊണ്ട് നമുക്ക് 3 ഒഴിവാക്കിയിട്ട് 9ൻ്റെയും 21ൻ്റെയും മാത്രം LCM കണ്ടാൽ മതി. 9 21 ഹരിക്കാൻ പറ്റുന്നത് 3 3 9 7 3 21. 3നെയും 7നെയും നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. അപ്പോൾ എല്ലാം കൂടി ഗുണിക്കുക. 3 × 3 9 × 7. ഉത്തരം, അതായത് അംശങ്ങളുടെ LCM 63. ഇനി നമ്മൾ ഛേദങ്ങളുടെ HCF കാണുക. ഡിനോമിനേറ്റേഴ്സിൻ്റെ HCF 2 1 2 ഇതിൻ്റെ HCF കാണണം. ഇതിന് എല്ലാത്തിനും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 1 മാത്രമേ ഉള്ളൂ. ഇതിനെ എല്ലാത്തിനും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ HCF എത്രയാണ്? 1. ഇനി നമുക്ക് ഭിന്നസംഖ്യകളുടെ ഒരു കൂട്ടം ഭിന്നസംഖ്യകളുടെ LCM കാണുന്നുള്ള സൂത്രവാക്യം. ഒരു കൂട്ടം ഭിന്നസംഖ്യകളുടെ LCM കാണാൻ സൂത്രവാക്യം അംശങ്ങളുടെ LCM ബൈ ഛേദങ്ങളുടെ HCF. ഇതാണ് ഭിന്നസംഖ്യകളുടെ LCM കാണുന്ന സൂത്രവാക്യമാണ് അംശങ്ങളുടെ LCM ബൈ ഛേദങ്ങളുടെ HCF. ഭിന്നസംഖ്യകളുടെ HCF കാണണമെങ്കിൽ ഇതിന് തിരിച്ചിട്ടാൽ മതി. അതായത് അംശങ്ങളുടെ HCF ബൈ ഛേദങ്ങളുടെ LCM. അപ്പോൾ ഇതിൽ വില കൊടുക്കുക. അംശങ്ങളുടെ LCM എത്രയാണ്? 63 ബൈ ഛേദങ്ങളുടെ HCF എത്രയാണ്? 1. 63/1 ഉത്തരം 63.